ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. വീടുമില്ല സ്ഥലവുമില്ല, 7 വചനങ്ങൾ വീട് ലഭിക്കാൻ, അല്ലെങ്കിൽ വീട് സ്ഥലം ലഭിക്കാൻ, സ്ഥലം ലഭിക്കാൻ. ഈ 7 വചനങ്ങൾ പ്രാർത്ഥിക്കൂ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ, അത്ഭുതം നടക്കും. അതിനു മുമ്പ് ഇതുപോലെ കഴിഞ്ഞ 35 വർഷമായിട്ട് ഉള്ള ശുശ്രൂഷാ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു അമ്മയും മകനും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് പോയതാണ്. അമ്മ ചെറുതായിട്ടൊക്കെ ടൈലറിങ് ജോലികളൊക്കെ ചെയ്യും, മകൻ ചെറിയൊരു കൂലി വേല ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വന്തമായിട്ടൊരു വീടും സ്ഥലവും ഇവർക്കില്ല. ഏറെ നാൾ ഈ അമ്മയുടെ സഹോദരൻ്റെ ഭവനത്തിൽ താമസിക്കുകയും അവരുടെ മക്കളെ വളർത്തുകയും വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുത്ത് അവിടെ നിന്നു. അപ്പോൾ ഉണ്ടായിരുന്നൊരു വാഗ്ദാനം ഇതാണ്: ഈ പെങ്ങൾക്ക് ഒരു സ്ഥലവും വീടും വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്, അവരുടെ സുരക്ഷിതത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കും. ഭയങ്കര സ്നേഹവും ഭയങ്കര കൂട്ടും ഭയങ്കര സംരക്ഷണവും എല്ലാമായിരുന്നു. പക്ഷേ ഇടക്കാലം കൊണ്ട് അത് മുറിഞ്ഞു പോയി. അങ്ങനെ ഇവർ വാടകയ്ക്ക് പോയി, തിരിഞ്ഞു നോക്കാതെയായി, അവസാനം വിളിയില്ലാതെയായി, ഒത്തിരി നാളുകൾ ഭയങ്കര അകൽച്ചയിൽ ജീവിച്ചു. അപ്പോഴാണ് ഇവർ മാറുന്ന ഒരവസ്ഥയുമില്ല, വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ, ഇവിടെ പ്രേയർ ഗ്രൂപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ ഉണ്ടല്ലോ, അതിലും വന്ന് സഹായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവരിപ്പോഴുള്ള ആ നട്ടിടം സ്വർഗമാക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറെ നാളായിട്ടും പല വഴികളും മുട്ടിയിട്ടും പരിശ്രമിച്ചിട്ടും നടക്കാത്തതുകൊണ്ട് വാശിയും വൈരാഗ്യവും എല്ലാം ആയിരുന്ന അവസ്ഥകൾ. എന്നാൽ അതെല്ലാം വചനം കേട്ട് ആ കെട്ടുകളെല്ലാം അഴിഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അവർ ഈ നാട്ടിൽ പോലും ഇല്ല, ഇടക്കൊക്കെ വല്ലപ്പോഴും ഉണ്ടാകും. പക്ഷേ തമ്പുരാൻ ഇരിക്കപ്പുറതി കൊടുത്തില്ല, ഒരിക്കലും നടക്കില്ല, സാധിക്കില്ല എന്നുള്ള രീതിയിൽ അത്ര അകന്നു പോയിരുന്ന അവസ്ഥയിൽ ഒരു മാനസാന്തരം ഉണ്ടായി. കടന്നു വന്ന് ഇവർക്ക് ഒരു സ്ഥലവും അതിലൊരു വീടും വെച്ച് കൊടുത്തു. ഇന്ന് സന്തോഷമായിട്ട് ആ മകനും അമ്മയും അതിൽ ജീവിക്കുകയാണ്. അപ്പോൾ ദൈവവചനം കടന്നു വരുമ്പോൾ ഇനി വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം, മടുപ്പുണ്ടെങ്കിൽ അത് മാറ്റണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലരൊക്കെ പറയുന്നു 30 വർഷമായി ഒരു വീടില്ല, എനിക്ക് ഇത്രയും പ്രായമായി, ഇപ്പോൾ ജോലിയും തീരാറായി, ഇനി എങ്ങനെ ഉണ്ടാക്കും? അത് നമ്മുടെ തലേന്ന് കളയുക. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മാത്രം മതി. ഞാൻ ഓർക്കുകയാണ്, വേറൊരു കുടുംബം, 2ാമത്തെ സംഭവമാണ്, എറണാകുളത്ത് ഒരു ഭവനം വേണമെന്നത് അവർക്കൊരാഗ്രഹമാണ്. ഒരു വ്യവസായ നഗര പട്ടണവുമാണല്ലോ. അപ്പോൾ ദൂരെ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നു. പക്ഷെ അവിടെ വീടുണ്ട്, ഇടയ്ക്കൊക്കെ മുടക്കുള്ള ദിവസങ്ങളിൽ അവിടെ പോകും. എന്നാൽ ഒരു വീട് ഉണ്ടാക്കാനുള്ള അത്ര വരുമാന മാർഗങ്ങളുള്ള ജോലി 2 പേർക്കും കൂടെ ഇല്ല. പക്ഷേ ഇവരുടെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന്. കാരണം അവരുടെ വീട് പ്രാർത്ഥിക്കാൻ പോയ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്ര അവകാശത്തോടെ പറയുന്നത്. മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു, പക്ഷേ മറ്റു പല ചെലവുകളും പല കാര്യങ്ങളും കയറി വരും. ഇടയ്ക്കിടയ്ക്ക് വർക്കുകളില്ലാതെയാകും, പലവിധ പരീക്ഷണങ്ങൾ. അപ്പോഴൊക്കെ ഓടി വരികയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും എല്ലാം ചെയ്ത അങ്ങനത്തെ ഒരു ബന്ധം. പക്ഷേ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചാൽ വിശ്വസിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട്. ആദ്യം ഒരു വീട് റെഡിയാക്കി, ബാങ്കിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി വന്നപ്പോഴേക്കും അത് പോയി. പക്ഷേ അത് കുറേ വില കൂടുതലായിരുന്നു. എന്നാൽ കയ്യിലും എന്തെങ്കിലും വേണമല്ലോ. പക്ഷേ അത്ഭുതകരമായിട്ട് അതിലുള്ള എല്ലാ സാധന സാമഗ്രികളോടുകൂടെ അധികം പഴക്കമൊന്നുമില്ലാത്ത ഒരു അതിസുന്ദരമായ ഒരു ഭവനം അവർക്ക് ലഭിച്ചു. ഞാനത് പോയി പ്രാർത്ഥിച്ചതാണ്. അത് നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. എന്നും പറഞ്ഞ് നമ്മൾ വെറുതെ കാലം നീട്ടിയിരിക്കണം, ഇങ്ങോട്ട് കൊണ്ടുതരും, മടിയിലിട്ട് തരും, അങ്ങനെയല്ല. നമ്മൾ പരിശ്രമിക്കണം, മുട്ടിപ്പാട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അവർക്കിപ്പോൾ ഇവിടെയുണ്ട്, എറണാകുളത്തുമുണ്ട്, നാട്ടിലുണ്ട്. എന്നാൽ സാധാരണക്കാരായ ഒരു കുടുംബം. പക്ഷേ ഒരു അത്ഭുതമല്ല, അന്ന്
താമസത്തിൽ പങ്കെടുക്കാൻ വന്ന അവരുടെ ബന്ധുക്കൾക്കെല്ലാം ഒരു മഹാത്ഭുതമാണ്. ഇതൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും വിചാരിക്കുക, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ഇതൊരു ഭയങ്കര അത്ഭുതം ദൈവം നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയാൻ തക്ക രീതിയിൽ വഴി തുറന്നു കിട്ടും എന്ന് വിശ്വസിക്കുക. അവർ തന്നില്ല, ഇവർ തന്നില്ല, വീട്ടുകാർ തന്നില്ല, അല്ലെങ്കിൽ തന്നതൊക്കെ പോയി, തന്നത് കുറഞ്ഞു പോയി, തലയിൽ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക, യേശുവിന് വിട്ടുകൊടുക്ക്, യേശുവിൻ്റെ തിരുത്തം കൊണ്ട് കഴിയണമെന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ 10 സഹോദരങ്ങൾ ഉള്ള ഒരു കുടുംബം. അപ്പോൾ എങ്ങനെ പരിചയമെന്ന് വെച്ചാൽ, എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരുടെ പള്ളിയിൽ പ്രസംഗിക്കാൻ വിളിച്ചത് ഇദ്ദേഹം വഴിയാണ്. അപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എന്നോട് ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹമാണ് ലീഡർ, ഒന്ന് സൗകര്യപ്പെടുമെങ്കിൽ പെട്ടെന്ന് വിടാം, ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഒന്ന് പ്രാർത്ഥിക്കാമോ, കൊച്ചുങ്ങൾക്കൊക്കെ എപ്പോഴും അസുഖമാണ്, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോകണം, എന്നാലും പ്രാർത്ഥിക്കാനല്ലേ, അടുത്ത് തന്നെ ആയതുകൊണ്ട് ഓടിക്കേറി ആ വാടക വീട്ടിൽ ഒരു ഓടിട്ട, അങ്ങനെ വലിയ ഇതൊന്നുമില്ല, അങ്ങനത്തെ ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചു. വാടക വീടാണേ, അത് തന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. പക്ഷേ ഈശോ കാണിച്ചു തരുന്ന ഒരു ഭവനമാണ്. അപ്പോൾ എന്നോട് എൻ്റെ സഹോദര, എൻ്റെ ജോലി ഇന്നതാ, അത് തന്നെ പാകത്തിന് പോകാം, കൊച്ചുങ്ങൾക്ക് എപ്പോഴും അവസ്ഥയാണ്, നമ്മുടെ കയ്യിൽ ഒരു സേവിങ് ഒന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തിയല്ലേ, ജോലിയൊക്കെ എടുത്ത് കുടുംബം നോക്കിക്കോ, ശുശ്രൂഷ മുടക്കരുത്, മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. ഇതാ ഈശോ ഒരു ഭവനം കാണിച്ചു തരുന്നുണ്ട്, എന്തോ അടയാളങ്ങൾ കാണിച്ചു തന്നതെല്ലാം, ദർശനത്തിൽ കിട്ടിയതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതാ പുരതാമസത്തിന് പോകാൻ പറ്റാഞ്ഞിട്ട് അടുത്ത ഒരു ശുശ്രൂഷക്ക് വീണ്ടും ആ പള്ളിയിൽ വന്നപ്പോൾ വീട്ടിൽ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു. പണ്ടത്തെ പോലെ വാടക വീട്ടിലല്ല, ഇതാ സുന്ദരമായ റോഡ് സൈഡിൽ തന്നെ ഒരു വീട്. ഇത് ഏതാണ്ട് നിധി കിട്ടിയ അല്ലെങ്കിൽ ലോട്ടറി അടിച്ച എന്ത് ചോദിക്കുന്നത് പോലെ തമാശയ്ക്ക്. പക്ഷേ അത് 10 സഹോദരങ്ങളുടെ ഇടയിലുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളും ഭർത്താവും വിദേശത്താണ് വർഷങ്ങളായിട്ട്. അവർക്ക് മറ്റ് സഹോദരങ്ങളോടൊന്നും ഇല്ലാത്ത പ്രത്യേക പരിഗണനയും പ്രത്യേക സ്നേഹവും ഇദ്ദേഹത്തോടുണ്ടായി. ദൈവത്തിൻ്റെ അത്ഭുതം കൊണ്ട് അവരുടെ ഒരു തീരുമാനം ഇവരെ അറിയിച്ചു, ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ തരുമെന്ന് ഓർത്ത്, അല്ലെങ്കിൽ ചോദിച്ചും അന്വേഷിച്ചും കഷ്ടപ്പെടണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരുമില്ല ബ്രദറേന്ന്. ആരുമില്ലെങ്കിലും ആരുണ്ട്? ദൈവമുണ്ട്. ഇതാ ഞാൻ ഓർക്കാണ്, പോട്ട ആശ്രമത്തിലെ ഗായകനായിരുന്ന ബെന്നി ബ്രദർ ഇതുപോലെ ഒരു വ്യക്തിയെ പറഞ്ഞു വിട്ടു, ബ്രദറെ ഇങ്ങനത്തെ അവസ്ഥയാണ്, പഴയൊരു വീടാണ്, അദ്ദേഹത്തിൻ്റെ ജോലി ബിസിനസ് ആണെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥയാണ്, ഭയങ്കര കഷ്ടമാണെന്ന്. പക്ഷേ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തരുന്നതെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഈ വന്ന വ്യക്തി, ബ്രദറിന് എൻ്റെ കാര്യങ്ങൾ ശരിക്കും അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്, എൻ്റെ അവസ്ഥ ഇന്നതാണ്, ഉപജീവനത്തിന് പോലും വഴിയില്ല, അപ്പനും അമ്മയും പ്രായമായവർ എൻ്റെ കൂടെ ഉണ്ട്, അപ്പോൾ അവരും ജീവിച്ചിരിക്കുന്നിടത്തോളം ഒരു പുതിയ വീട്ടിൽ കിടക്കണം, അല്ലെങ്കിൽ ഒരു നല്ല മുറിയിലെങ്കിലും കിടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്. കുടുംബത്തിലാണെങ്കിൽ അസ്വസ്ഥതകൾ മാറുന്നില്ല, ബിസിനസ്സിലാണെങ്കിൽ കടം മാത്രമാണ്, വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്നൊക്കെ ആലോചിക്കാനും പ്രാർത്ഥിക്കാനാണ് വന്നത്. പക്ഷേ പ്രാർത്ഥനയുടെ ഫലമായി ദൈവഹിതം വെളിപ്പെട്ടു. പിന്നീട് സംഭവിച്ച അത്ഭുതങ്ങൾ ഇതാണ്. അദ്ദേഹത്തിന് അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കൂടപ്പിറപ്പ്, അവർക്ക് ഇത്രയും നാളില്ലാത്ത ആലോചനയും തീരുമാനം, അതായത് അപ്പനും അമ്മയ്ക്ക് ഇത്രയും പ്രായമായല്ലോ, അവന് ഇനി ഒരു വീട് വെക്കാനായിട്ട് നിവൃത്തിയില്ല, അവൻ്റെ ഒരു 4 സെൻറ്റ് സ്ഥലമെങ്കിലും വിൽക്കാൻ വേണ്ടി ഇദ്ദേഹം അതിനും കൂടിയാണ് പ്രാർത്ഥിക്കാൻ വന്നത്. വിറ്റാൽ ഇത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അതും നടക്കുന്നില്ല, എന്നാലും ഒരുപാട് വിലയൊന്നും കിട്ടുന്നതല്ല. പക്ഷേ വചനം വെച്ച് പ്രാർത്ഥിച്ചു, കൗൺസിലിംഗ് എടുത്തു, കുമ്പസാരിച്ചു, കുർബാനയൊക്കെ മുടക്കം കൂടാതെ പങ്കെടുക്കാനും മാറ്റങ്ങൾ വരാനും ക്ഷമിക്കാനും തുടങ്ങി. തൻ്റെ ഈ അവസ്ഥയെ ഓർത്തുള്ള വെറുപ്പും മടുപ്പെല്ലാം മാറ്റി. സംഭവിച്ചതാണ്, ആ കൂടപ്പിറപ്പുങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പകരം ഒന്നും തരണ്ട, അപ്പനും അമ്മയും ഞങ്ങളുടെയും കൂടെ ആണല്ലോ, അതുകൊണ്ട് നീ ഒരു നാണക്കേടൊന്നും ആയിട്ട് കരുതണ്ട, ഞങ്ങൾക്ക് തിരിച്ചും തരണ്ട, സ്ഥലവും എഴുതി തരണ്ട, നീ സ്ഥലവും വെക്കണ്ട, അതവിടെ കിടന്നോട്ടെ, ഇതാ നിനക്ക് വീട് വെക്കാനുള്ള പൈസ ഞങ്ങൾ തന്നോളാം, ഞങ്ങൾ ഇത്രയും നല്ല സ്ഥിതി കഴിയുമ്പോൾ ഞങ്ങളുടെ ഒരു കൂടപ്പിറപ്പ് ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങൾക്ക് അതിനേക്കാൾ സങ്കടമാണ്. അപ്പനും അമ്മയും ഇതാ ഈ വാർദ്ധക്യ കാലത്ത് അവരിങ്ങനെ കിടന്ന് മരിച്ചു പോയാൽ ഞങ്ങൾക്കത് തീരെ വിഷമമായിരിക്കും, അതുകൊണ്ട് അവരൊരു നല്ല മുറിയിൽ ഒരു നല്ല വീട്ടിൽ കിടക്കട്ടെ, ഇതൊരു ഔദാര്യമായിട്ട് കണക്കാക്കേണ്ട, ഇത് ഞങ്ങളുടെ കടമയാണ്. അദ്ദേഹം കുറേ നിർബന്ധിച്ചു, 4 സെൻറ്റ് സ്ഥലം നിങ്ങളുടെ പേരിൽ. അവരെ പറഞ്ഞു അതൊന്നും വേണ്ട. അങ്ങനെ അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് വീട് വെക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അതുകൊണ്ട് വിശ്വസിച്ചാൽ അത്ഭുതം നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ലാസറിൻ്റെ സഹോദരിമാരോട് യേശു പറഞ്ഞ ജീർണിച്ച പഴകിയ അല്ലെങ്കിൽ മാറ്റം വന്ന അവസ്ഥയിലാണോ, ആത്മാവ് പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണോ, ദൈവത്തിന് ഇടപെടാനായിട്ട് സാധിക്കും. ഉറച്ചു വിശ്വസിക്കുക. അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മൾ ഈ ലോകം ഇങ്ങനെ പരന്ന് കിടക്കണല്ലേ, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ആളുകളിലൂടെ വ്യക്തികളിലൂടെ എല്ലാം ദൈവം പ്രവർത്തിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. ഞാനിപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് 19 വർഷമായി. അന്ന് ഒരു ആസ്പെറ്റോസ് ഇട്ട ഒരു 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഉപവാസം എടുത്തും വചനം വെച്ചെല്ലാം പ്രാർത്ഥിച്ചു. ഒരു ആസ്പെറ്റോസ് ഇട്ട ഭവനമാണ് അന്ന് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. പക്ഷേ ദൈവം അതൊരു അത്ഭുതമാക്കി. കയ്യിലെടുക്കാനൊന്നുമില്ല, അങ്ങേയറ്റം വരെ ഇതായ അവസ്ഥ. പക്ഷേ ഈശോ അത്ഭുതം പ്രവർത്തിച്ച് ഇന്നുള്ള അവസ്ഥയിൽ മനോഹരമാക്കി. പക്ഷേ വീട്ടിൽ ഉള്ള ആവശ്യമായ സാധനങ്ങളൊന്നും ഒരു കസേര പോലും ഇല്ലാത്ത അവസ്ഥ. പക്ഷേ ലിസ്റ്റ് എഴുതി ഈശോയുടെ നടയിൽ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേർ പാഠപുസ്തകം കൊണ്ട് വന്നേക്കണേണ്. വീടിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ വന്നപ്പോൾ വീടിന് സ്ഥലമില്ലാതെ വന്ന അവർക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തിലെ കഥയുമായിട്ട്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശോയുടെ കയ്യിൽ ഇല്ലാത്തതായിട്ടോ കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക. ആസ്പെറ്റോസൊക്കെ ഒരു ഓർമ്മ മാത്രമാക്കി മാറ്റി. അതിൽ കിടക്കാൻ തമ്പുരാൻ അനുവദിച്ചില്ല. എല്ലാം റീകണ്ടീഷൻ ചെയ്ത് നല്ലൊരു വാർക്കപ്പുരയിൽ മാത്രമല്ല ഒരു വാടക കൂടെ കിട്ടുന്ന രീതിയിൽ. ഇന്ന് പലരും പാപ്പരായി കിടക്കുന്ന കടം മാറാത്ത അവസ്ഥയാണ്. നമുക്കുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുക. 2-3 പേരുണ്ട്. പക്ഷെ പണ്ടപ്പരപ്പ് പോലെ വീട് പണിത് കടവും ലോൺ അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വല്ല പണയമോ അല്ലെങ്കിൽ വാടകയാണെങ്കിൽ അത്രയും നല്ലത്. ബാക്കിയുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ പേയിങ് ഗസ്റ്റോ അല്ലെങ്കിൽ അതല്ല നമ്മുടെ വിഷയം. അങ്ങനെയൊക്കെ ചെയ്താൽ പല ബാധ്യതകളെയും പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ദുരഭിമാനം വിചാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ അനുഭവം കൂടെ പങ്കുവച്ചെന്ന് മാത്രം. വേറെ ആൾ ഇതുപോലെ തന്നെ കടന്നു വന്നത് ഓർക്കുകയാണ്. അവരുടെ അവസ്ഥ ഇതാണ്. കുടുംബ ഓഹരിയെ പ്രശ്നമാണ്, തീരാതെ കിടക്കുന്ന അവസ്ഥ. അപ്പോൾ മറ്റൊരു കുടുംബമാണ് അവരെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ 30 വർഷമായി കുഴഞ്ഞു മറിഞ്ഞ് പ്രമാണം ചെയ്യാനും പറ്റുന്നില്ല. ഒരു കാര്യങ്ങളും ഒരു തീരുമാനമാകുന്നില്ല. തൊമ്മം മുറുകുമ്പോൾ ചാണ്ടി അഴുകുമെന്ന് പറഞ്ഞ പോലെ വസ്തുപ്രശ്നത്തിൽ ആകെ ഭിന്നത. മറ്റേവർക്ക് ഇത് തീരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഇത് തീർന്ന് ഉള്ളതെങ്കിൽ ഉള്ളത് ഇവരുടെ പേരിലാക്കി റീകണ്ടീഷൻ ചെയ്ത് മകൻ്റെ കല്യാണമൊക്കെ നടക്കണം. അതിനിടയ്ക്ക് അപ്പനും മരിച്ചുപോയി. ഇനി എപ്പോൾ നടക്കാനേ പോകുന്നില്ല. ആ സമയത്താണ് പ്രാർത്ഥനയിൽ ആശ്രയിച്ചു. ആ കുടുംബത്തിൽ വന്നും പ്രാർത്ഥിച്ചു. യേശുനാമത്തിൽ യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി NLP ഇട്ട് ക്ഷമ കൊടുത്ത് പ്രാർത്ഥിച്ചു. അത്ഭുതം നടന്നു. 30 വർഷമായിട്ട് നടക്കാത്ത കാര്യം 2-3 മാസം കൊണ്ട് വിളിച്ചു നടത്തിയതുപോലെ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഉറച്ചു വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, അത്ഭുതം നടക്കും എന്ന് മാത്രമല്ല ഇതെല്ലാം പോക്കുവരത്ത് നടത്തി അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂട്ടത്തിൽ ചെയ്ത് കിട്ടി. വീടെല്ലാം റീകണ്ടീഷൻ ചെയ്തു എന്ന് മാത്രമല്ല മകൻ്റെ കല്യാണവും നടന്നു. മംഗളകാര്യങ്ങൾ നടക്കും. ദൈവം അനുഗ്രഹിക്കും. ഉറച്ചു വിശ്വസിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പിന്നെ 95 ലക്ഷം കടവുമായിട്ട് വന്ന ആൾ, കയ്യിൽ ഒന്നുമില്ല, ഓട്ടക്കലയാണ് വന്ന അവസ്ഥ. പക്ഷെ വന്ന് പ്രാർത്ഥിക്കാനും മധ്യസ്ഥം പ്രാർത്ഥിക്കാനും വചനം വെച്ച് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനെല്ലാം തുടങ്ങി. 95 ലക്ഷം രൂപ കടവുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്ന ഒരു സിസ്റ്റർ പറഞ്ഞു വിട്ടത്, ഒരു സിസ്റ്ററിൻ്റെ ബന്ധത്തിൽ ഇങ്ങനെ പറഞ്ഞു വിട്ടതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ നമുക്കൊരു സ്ഥലം വരെ പോകാമെന്നും പറഞ്ഞു. പിന്നീട് അങ്ങനെ വന്നു. അദ്ദേഹത്തിന് കിട്ടിയ 5 സെൻറ്റ് സ്ഥലം കൊണ്ട് അതെല്ലാം ഒതുങ്ങാനും മാറ്റങ്ങൾ വരാനുള്ള വഴി കർത്താവ് കാണിച്ചു കൊടുത്തു. വീട് വെക്കാൻ 5 സെൻറ്റ് സ്ഥലവും കിട്ടിയത് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചത് ഓർക്കുകയാണ്. നമ്മുടെ കയ്യിലില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ തമ്പുരാൻ ഇങ്ങനെ ചിലപ്പോൾ തരാൻ ഏൽപ്പിച്ചിട്ടുള്ളതുണ്ടാകാം, അല്ലെങ്കിൽ വിചാരിക്കാത്ത വഴികളിൽ കൂടെ പ്രവർത്തിക്കാം. അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ വീട് പ്രാർത്ഥിക്കാൻ വന്നു. തീരുമാനം എടുക്കാൻ ഇതാണ്, വീട് വിൽക്കണം, റീകണ്ടീഷൻ ചെയ്യാൻ ഒരു നയാ പൈസ ഇല്ല, പണി തീരാതെ കിടക്കുന്ന വീടാണ്, റീകണ്ടീഷൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആകെ ഒരു ഐശ്വര്യമില്ല, അസ്തമിച്ച അവസ്ഥ, വിൽക്കാൻ വേണ്ടി വന്നൊന്ന് പ്രാർത്ഥിക്കുക, എന്ത് ദോഷമാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഒരു ഭവനത്തിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ തന്ന മെസ്സേജ് ഇതാ, വീട് തൊട്ടു പോകരുത്, ഇതിൻ്റെ പോരായ്മകളെല്ലാം പരിഹരിക്കാനായിട്ട് അവർ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, പണയം വെക്കാൻ പോലും
പോലുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു, അവർ വചനം കേൾക്കാൻ തുടങ്ങി, മകൾക്കൊരു ജോലി കിട്ടി എന്ന് മാത്രമല്ല കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. കാനായിൽ വെറും പച്ചവെള്ളമാണ് വീഞ്ഞാക്കി മാറ്റിയത്. വെള്ളം വീഞ്ഞാക്കിയവൻ, ഒന്നുമില്ലാത്ത അവസ്ഥ, വെറും വെള്ളം മാത്രം ഉള്ളത്. ഇതുപോലത്തെ നമ്മുടെ അവസ്ഥ. ഇതാ ആ വീടിൻ്റെ റീകണ്ടീഷൻ ചെയ്ത പരതാമസത്തിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും സാധിച്ചു. അവരുടെ കയ്യിലൊന്നുമില്ല, ബന്ധുക്കളോ സ്വന്തക്കാരോ അല്ല, പക്ഷേ ഈശോയ്ക്ക് സ്വന്തമായിട്ട് ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഈശോ പ്രവർത്തിച്ച് കയറി ഇടപെടുമെന്ന് പറയും. കയറി ഇടപെട്ട് ഇതാ നല്ല സുന്ദരമായ ഭവനമാക്കി, പോരാത്ത മുറികളെടുത്തു, ബാത്റൂം എടുത്തു, എല്ലാം ഈശോ ആ മക്കൾക്ക് ഒരുക്കി കൊടുത്തു. ബാങ്കിൽ ലോണും അടക്കണ്ട, പ്രൈസലോ, തിരിച്ചു കൊടുക്കണ്ടാത്ത രീതിയിൽ ഈശോ പ്രവർത്തിച്ചു. സർക്കാരിന് അപേക്ഷയും വെച്ച് കാത്തിരിക്കാനല്ല, ഉള്ളത് വിറ്റുപറിക്ക്. ഞാൻ ചോദിച്ചു, ഇനി ഏത് നാട്ടിലോട്ട് പോകും? കടവും എല്ലാം തീർത്ത് കഴിയുമ്പോൾ എവിടെ പോകും? എല്ലാം തീർക്കാനുള്ള വഴി ഈശോ കൊടുത്തു. സുന്ദരമായൊരു ഭവനം. വീടിന് ദോഷം, സ്ഥലത്തിന് ദോഷം, ഒന്ന് വന്ന് പ്രാർത്ഥിക്കുക, വിൽക്കാൻ പ്രാർത്ഥിക്കുക, ആര് മേടിക്കാനാണെന്നും പറഞ്ഞിരുന്ന അവസ്ഥയാണ്. ഉള്ളതിനെ ദൈവം പൂങ്കാവനമാക്കി മാറ്റി. 15 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന ഒരു ഭവനം വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചു. പക്ഷേ ഈശോ കാണിച്ചു തന്നത് വേറെ സ്ഥലവും ഇങ്ങനെ ഒരു വാഹനവുമാണെന്ന് പറഞ്ഞപ്പോൾ അവർ ചിരിച്ച് കളിയാക്കുന്ന പോലെ അവർ പറഞ്ഞ്, ഇങ്ങേർക്ക് ഇത് കാര്യം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് ഒരു സ്ഥലമല്ല, വേറെ സ്ഥലവുമുണ്ട്, വാഹനവും എണ്ണത്തിൽ കൂടുതലുണ്ട്. അതെല്ലാം അവർ പറഞ്ഞു 15 ലക്ഷം കടമുള്ളൂ. ബ്രദർ ഇത് എന്തറിഞ്ഞിട്ടാന്നാണ് ചോദിച്ചത്. പക്ഷേ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ആ കുടുംബത്തിന് വഴികൾ തെളിഞ്ഞു കിട്ടി. സുന്ദരമായ രീതിയിൽ ദൈവം ആ ഭവനത്തെ അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന് നമ്മുടെ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ തെരുവിൽ അലഞ്ഞടക്കുന്നവർക്ക്, അനാഥർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അമ്മ മരിക്കാതെ കിടക്കുമ്പോൾ അതിൽ നിയോഗം വെച്ച് അങ്ങനെ അമ്മയുടെ പേരിൽ അയച്ചു. ആ അത്യാസന്ന നിലയിൽ ഒത്തിരി നാളായിട്ടും കിടന്നിരുന്ന അമ്മ അങ്ങനെ അന്ധവിശ്വാസം വലിച്ചു. അപ്പോൾ അവരുടെ മകളെ പ്രൊഫഷണൽ ഇത് പഠിപ്പിക്കുന്നതിൻ്റെ കടബാധ്യത, ഭയങ്കര കടബാധ്യത, കുടുംബ വീതത്തിൻ്റേതാണെങ്കിൽ കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥ. അവർ ആ നാട്ടിലില്ലാത്തത് കൊണ്ട് പുറത്ത് വിൽക്കാൻ സമ്മതിക്കൂല, വില കിട്ടും, അവരെടുത്താൽ വിലയും തരൂല. ഇങ്ങനത്തെ അവസ്ഥ. ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു, സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് എവിടെയെങ്കിലും താമസിക്കണം, മകളുടെ പഠിപ്പിക്കുന്നതിൻ്റെ കടം തീർക്കണം എന്നും പറഞ്ഞിട്ട് നിയോഗം വെച്ച് ഈ കാര്യത്തിൽ സഹായിക്കുകയും പങ്കുചേരുകയും ചെയ്ത വ്യക്തി പറഞ്ഞു, ഇതൊരു വലിയ അനുഭവമായിപ്പോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ധർമ്മം പോലും കൊടുക്കുന്നതിന് എനിക്കെതിരാണ്. പക്ഷേ രണ്ടാമതും വന്ന് അദ്ദേഹം അതുപോലെ കൂടുകയും അപ്രകാരം തെരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണ വിതരണം നമ്മൾ ജനമൈത്രി പോലീസുമായിട്ട് സഹകരിച്ചാണ് ചെയ്യുന്നത്. ആ ഇതിൽ കൂടി ഓടി നടക്കുകയാണ്, നിലാവത്ത് കോഴി ഇറങ്ങിയതെന്ന് പോലെ. അങ്ങനെ തോന്നി രസകരം. അദ്ദേഹത്തിന് ഭയങ്കര ഉത്സാഹം. അദ്ദേഹം പറഞ്ഞു, പൊളിച്ചു മാറ്റിയതുപോലെ ആ തടസ്സങ്ങൾ മാറി, തടസ്സക്കാർ മാറി, വഴികൾ തെളിഞ്ഞു കിട്ടി. കൊടുക്കാനുണ്ടായിരുന്ന ഫ്ലാറ്റ് കൊടുക്കാൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്വന്തമായിട്ടൊരു ആഗ്രഹിച്ച രീതിയിൽ എറണാകുളം പട്ടണത്തിൽ ഒരു വീട് വാങ്ങാൻ പറ്റി. മറ്റേ തീരാതെ കുഴഞ്ഞു മറിഞ്ഞു കിടന്ന വസ്തുപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. എല്ലാം ഓടി നടന്ന് ആരോ ശരിയാക്കി തരുന്നത് പോലെ ഓരോ കാര്യവും റെഡിയായി കിട്ടി എന്ന് പറഞ്ഞതും സാക്ഷ്യപ്പെടുത്തിയതും ഓർക്കുകയാണ്. അതുപോലെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. കടബാധ്യതകൾ, 16 ലക്ഷം കടം, 15 ലക്ഷം കടം, കുടുംബ ഓഹരി കൊടുക്കണം, അല്ലെങ്കിൽ ഓഹരി കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള. പക്ഷെ പ്രാർത്ഥിച്ച പലർക്കും വിശ്വാസം ഉണ്ടാകുന്ന ചോദിച്ചാൽ, പക്ഷേ സ്വന്തം കാര്യത്തിൽ ഒന്ന് നടക്കും, ഇത്രയും വർഷമായതല്ലേ, അല്ലെങ്കിൽ അവകാശികൾ മരിച്ചുപോയി. പക്ഷേ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇതുപോലെ ഞാൻ ഓർക്കുകയാണ്, തിരുവല്ലയിലൊരു ഭവനത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ മാത്രം ഇവിടെ നശിച്ചതുപോലെ ഇടയ്ക്കുക, ചുറ്റും മനോഹരമായ വീടുകൾ, ബന്ധക്കാർ സ്വന്തക്കാർ നല്ല. ഞാൻ പറഞ്ഞു, അതിലോട്ടൊന്നും നോക്കണ്ട, അവരായിട്ടല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ, ഞങ്ങൾ വന്ന് വചനം കേട്ടോളാം എന്ന് പറഞ്ഞാൽ അവർ അത്രയും ദൂരത്തു നിന്നാണെങ്കിലും മാറി മാറി വചനം കേൾക്കാനൊക്കെ വരുമായിരുന്നു. ഇതാ നശിച്ച് സർപ്പക്കാട് പോലെ, സർപ്പക്കാടൊക്കെ ഉണ്ട്. ക്രിസ്ത്യാനിയുടെ കുടുംബമാണെങ്കിലും അവർ മേടിച്ചപ്പോഴേ അതിലുള്ളതാണ്, 150 കൊല്ലമായിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ, എന്ത് വചനമാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒരു കല്ലെടുത്ത് വെക്കാൻ പോലും പറ്റുന്നില്ല. പഴയ കാലത്ത് ആ പഴകിയ ആ വീട്, എന്തെങ്കിലും ഒരു മേൽഗതി വേണ്ടേ? കുടുംബത്തിൽ ആകെ കെട്ടപ്പെട്ട അവസ്ഥ. പക്ഷെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കാനുള്ള വചനങ്ങളെല്ലാം പ്രാർത്ഥിച്ചു കൊടുത്ത് ആ കുടുംബം മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു. ഇതാ സുന്ദരമായിട്ടൊരു വീട് മുൻപിൽ മാറ്റി പണിയാനായിട്ട് ഒക്കെ സാധിച്ചു. ആദ്യം പ്രാർത്ഥിക്കാൻ ചെല്ലാം എന്ന് പറഞ്ഞ ദിവസം തന്നെ എന്നെ ഒരു വണ്ടി ഇടിച്ച് എൻ്റെ കാലക്കെട്ട് പീസായിട്ട്. പക്ഷെ അവർ സമ്മതിച്ചില്ല.
ബ്രദറെ. എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റർ ഇട്ട കാലം വെച്ച് അവർ പൊക്കിക്കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചോളാം എന്നും പറഞ്ഞ് പോയി പ്രാർത്ഥിച്ചു, സഹനം വെച്ച് പ്രാർത്ഥിച്ചു, ക്ഷമിച്ചു പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, ഇന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഇന്ന പോലെയൊക്കെ പ്രാർത്ഥിച്ച് കെട്ടുകളെ കഴിഞ്ഞു. ഒരു സുന്ദരമായ കൊട്ടാരം പോലത്തെ ഒരു വീട് ആ പറമ്പിൻ്റെ മുൻഭാഗത്ത്, മറ്റതെല്ലാം വെട്ടി വെളുപ്പിച്ച് അതെല്ലാം മാറ്റി ഈശോ ഏകരക്ഷകനായിട്ട് ആ കുടുംബത്തിൽ അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് വേണ്ട പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു. അതുകൊണ്ട് ഇതാ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഈശോ അത്ഭുതം പ്രവർത്തിക്കും. 1 രാജാക്കന്മാർ 3:13 7 വചനങ്ങൾ പറയാനായിട്ട് പോവുകയാണ്. ഇത് നോട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോണം. 1 രാജാക്കന്മാർ 3:13, പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായം 17 വാക്യം, മത്തായി സുവിശേഷം 6 അധ്യായം 33 വാക്യം, ഈ 1 യോഹന്നാൻ 5 അധ്യായം 14-15 വാക്യം, നിയമാവർത്തനം 1:33, യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 13-14 വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 9 അധ്യായം 31 വാക്യം. ഈ 7 വചനങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഞാൻ കാണുന്നത് ഇതാണ്. ഇതെല്ലാം ഇതിൽ പറഞ്ഞാലും ഇട്ടാലും ചിലർ വിളിച്ചിട്ട് ഏത് വചനമാണ് വീടിന് വേണ്ടി, ഏത് വചനവും കുട്ടികൾക്ക് വേണ്ടി. ഇതാ രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ സീതയുടെ ആരാന്ന് ചോദിക്കുന്ന പറഞ്ഞതുപോലെ അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക. നമുക്ക് ആവശ്യമുള്ളതായിട്ട് കാണുക, അല്ല വിളിക്കണേലും പറയണേലും അല്ല, അപ്പം നമുക്കുള്ളതായിട്ട് സ്വീകരിക്കുക. ഈ 7 വചനങ്ങൾ എഴുതിയെടുത്ത് പ്രത്യേകം പറഞ്ഞു പ്രാർത്ഥിക്കുക. എന്താ അവിടെ പറയുന്നത്? 1 രാജാക്കന്മാർ 3:13 പറയുന്നു, മാത്രമല്ല നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നീ തുടർന്നുണ്ട്. അപ്പം നിന്നെ രാജാവിനെ പോലെ അനുഗ്രഹിക്കുമെന്ന്, മഹത്വവും സമ്പത്തും എല്ലാം തരും, മറ്റാർക്കും ഇല്ലാത്ത രീതിയിൽ തരും. ഇത് പലരും വന്ന് പറഞ്ഞിട്ടതാ. ഒരു മുറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് മുറി ഈശോ തന്നു, ബ്രദറെ കരഞ്ഞുപോയി എന്നൊക്കെ പറയുന്ന, എങ്ങനെ ഇത് ശരിയായി വന്നെന്ന് അറിയില്ല എന്ന്, അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറിക്കിട്ടിയെന്ന്. അപ്പോൾ 1 രാജാക്കന്മാർ 3:13 നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിന് ഇല്ലാത്ത വിധം നിനക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വചനം മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായത്തിൽ 17 വാക്യം. അവിടെ പറയുന്നത് എന്താണ്? നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തിന് വിലപ്പെട്ടതാണെന്ന് ആദ്യം ചിന്തിക്കുക. ഈ ജീവിതം വിലയുള്ളതാണ്. കർത്താവ് മോശയോട് പറഞ്ഞ വചന, മോശയെ നിയോഗിച്ചതുപോലെ നമുക്കുമെല്ലാം ഓരോ നിയോഗവും ഓരോ വിളിയുമുണ്ട്. അത് തിരിച്ചറിയുക. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും, ഇതൊക്കെ ഒരു ഡയറിയിലോ പേപ്പറിൽ എഴുതി ലാമിനേറ്റ് ചെയ്ത് തൂക്കിയിട്ട് പ്രാർത്ഥിക്കുക. കുടുംബം ഒന്നടക്കം പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. ഒരു 33 പ്രാവശ്യം വെച്ച് ഒരു 30 ദിവസം പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അത്ഭുതം നടക്കും. വചനമാണ്, വചനം പാഴായി പോകുകയില്ല. വചനം യേശുവാണ്. വചനം മാംസം ധരിക്കട്ടെ. വചനം അത്ഭുതം നടക്കും. നിങ്ങളെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നവരും നിങ്ങൾ തടസ്സം വിചാരിക്കുന്നവരിലും ജീവിച്ചിരിക്കുന്നവരിലും മരിച്ചവരിലും ആവശ്യമായ കടന്നു ചെല്ലാൻ പറ്റിയ ഫയലുകളിലും മനുഷ്യരിലും എല്ലാം കടന്നു ചെന്ന് മറ നീക്കി, തടസ്സങ്ങൾ നീക്കി അഭിഷേകം കൊണ്ട് നിറക്കും. അപ്പോൾ ഈ വചനം പുറപ്പാട് 33:17 നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. അടുത്ത വചനം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. മത്തായി സുവിശേഷം 6 അധ്യായം 33 ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാം കൂട്ടിച്ചേർക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അതുപോലത്തെ പറഞ്ഞു തരാനുണ്ട്. ആദ്യം ദൈവരാജ്യവും നീതി അന്വേഷിക്കുക, മാറ്റേണ്ടതൊക്കെ മാറ്റുക, വിട്ടുകൊടുക്കാനുള്ളത് വിട്ടുകൊടുക്കുക, മരിച്ചാലും ക്ഷമിക്കൂലെന്ന് ഒരിക്കലും ഇനി പറയാതിരിക്കുക, വെറുപ്പ് മാറ്റുക, ഏതെങ്കിലും ദുശീലങ്ങളുടെ അശുദ്ധിയുടെ ബന്ധനങ്ങൾ നമ്മളിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ അതെല്ലാം ഉടനടി മാറ്റിക്കളയുക. യേശുവിൻ്റെ തിരത്തം കൊണ്ട് കഴുകണേന്ന് പ്രാർത്ഥിക്കുക. പാഴ്വാക്കുകൾ, ശാപവാക്കുകൾ, വെറുപ്പ്, മടുപ്പിൻ്റെ വാക്കുകളൊന്നും മനസ്സിൽ പോലും വെക്കരുത്. തലേന്ന് അതെല്ലാം കളയുക. വീണ്ടും 1 യോഹന്നാൻ 5:14-15 അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഉറപ്പാണെന്നേ.
നിനക്ക് സ്ഥലം തരും, നിനക്ക് വീട് തരും. സ്ഥലവും വീടും ഇല്ല എങ്കിൽ ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞത് എൻ്റെ ഭാര്യയുടെ വീട്ടുകാർക്ക് വീടില്ല, ഞാൻ വന്ന് ഇവിടെ പ്രാർത്ഥനയിൽ വചനത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കോളാം, അവർക്കൊരു വീട് കിട്ടാൻ. സർക്കാർ അധികം പേർക്കൊന്നും കൊടുത്തില്ല. പിന്നെയുള്ളതൊക്കെ കാസർഗോഡും കണ്ണൂരും അവിടെയൊക്കെ പോയി അനുവദിച്ചത്. പക്ഷേ ഈ എറണാകുളം പട്ടണത്തിൽ ആദ്യത്തെ ഇതിൽ ലിസ്റ്റ് വരികയും അത്ഭുതമായിട്ട് അവർക്ക് സർക്കാരിൻ്റെ എന്നെ കൊണ്ടുപോയി കാണിച്ചതാ, ഇതാ സ്ഥലവും അതിൽ വീടും കിട്ടി. പിന്നെ അതുപോലെ കൊടുക്കാൻ സർക്കാരിന് ഇവിടെ സ്ഥലം വേണ്ടേ. അത്ഭുതമായിട്ട് ആ മകൻ വന്ന് സാക്ഷ്യപ്പെടുത്തി. ഭാര്യയുടെ വീട്ടുകാർക്ക് വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ, അവർക്ക് വീടില്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമാണ്, വാടക താമസിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ അപേക്ഷ അവിടെ നിന്ന് കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. കിട്ടിയതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക. കിട്ടുക നടക്കുക എന്നും പറഞ്ഞ് നിരാശയുടെ വചനങ്ങൾ ഇനി ഒരിക്കലും പറയരുത്. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. വചനം എഴുതി വെക്കുക. അത് തന്നെ ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് നോക്കി പ്രാർത്ഥിക്കാമെന്ന് ഇന്ന് തൊട്ട് തീരുമാനമെടുക്കുക. തടസ്സം എന്നുള്ള ചിന്ത തലേന്നേ കളയുക. എന്തിനും തടസ്സമോ, ഇത്രയും വർഷമായില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിനി വെച്ച് പൊറപ്പിക്കരുതെന്ന് പറയില്ലേ, അതൊക്കെ പടിയിറങ്ങട്ടെ. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യമാണ് അടുത്തത്. അവിടെ പറയുന്നത് എന്താ? നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴികാട്ടുവാനായി അവിടെ നിന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചിരുന്നു. അഡ്വാൻസ്ഡ് ആണ് കർത്താവ്. മുമ്പേ പോയി ഒരുക്കിയിട്ടുണ്ട്. നമ്മളതിലെത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരുന്നില്ല. ദൈവമേ, ഒരുക്കി വെച്ചത് കയ്യിലോട്ട് കിട്ടാത്ത അവസ്ഥ എന്തൊരു സങ്കടമാണ്. അതുകൊണ്ട് ഈ വചനം വെച്ച് നമുക്ക് മുമ്പേ ഓടി ഇതാ സ്നാപയോനാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നതുപോലെ ഈശോ പരിശുദ്ധാത്മാവിലൂടെ എനിക്കും നിങ്ങൾക്കും മുമ്പേ പോയി വേണ്ടത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് കണ്ട്, ഭാവനയിൽ കണ്ട്, കിട്ടിയതായിട്ട് കണ്ട്, കിട്ടുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക. അത്ഭുതം നടന്നിരിക്കും. ഏത് കാര്യവും അങ്ങനെ പ്രാർത്ഥിക്കുക. ഡ്രീം ചെയ്ത് പ്രാർത്ഥിക്കുക. കിട്ടുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക. യോഹന്നാൻ 14:13-14 നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. യോഹന്നാൻ 14:13 ചോദിക്കാറുമില്ല, ചോദിക്കണൊട്ട് കിട്ടുമെന്ന് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ എത്താറുമില്ല, കിട്ടാറുമില്ല. മറ്റുള്ളവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കണ്ട് അസ്വസ്ഥപ്പെടുന്ന അവസ്ഥ. അപ്പോൾ യോഹന്നാൻ 14:13-14 അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നില്ലെന്ന് തോന്നിയാൽ ഒന്ന് റീതിങ്ക് ചെയ്, ഒന്ന് ഒരു മാറ്റത്തിലേക്ക് ഒരു ജീവിത നവീകരണ ധ്യാനമൊക്കെ ഒരു പുത്തൻ ജീവിതം, മാറ്റങ്ങൾ വരട്ടെ. എന്താണ് അനുഗ്രഹങ്ങൾ കയ്യിലോട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല. ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. കാരണം ദൈവം പാപികളുടെ പ്രാർത്ഥന പാപിയെ ദൈവത്തിന് ഇഷ്ടമാണ്. പാപി മാനസാന്തരപ്പെടണം. അതാണ് വചനം പറഞ്ഞിരുന്നത്. ഈ 7 വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻസിലൊക്കെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അയക്കുക. വന്ന് സാക്ഷ്യപ്പെടുത്താം. സെൻറ്റ് മേരീസ് പ്രേമശ്രീയുടെ നിയോഗങ്ങളിലൂടെ ഈ വചനം പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ഹോളി ബ്ലഡ് മിനിസ്ട്രിയുടെ ശുശ്രൂഷയോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തിരക്തക്കരണക്കടലിൽ മുക്കി ഈ നിയോഗങ്ങൾ ഓർക്കുന്ന, പ്രാർത്ഥിക്കുന്ന, തകർന്നിരിക്കുന്ന ഈ മകനും മകൾ, വാടക വീടുകൾ മാറി വിഷമിച്ചിരിക്കുന്നവർ, ഓരോ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന അവസ്ഥകൾ എത്രയോ ഭാരമാണ്. കെട്ടിപ്പെറുക്കി എടുക്കുന്ന അവസ്ഥ, മടുത്തിരിക്കുന്നവരുണ്ട്. ദൈവമേ, വാടക കൊടുക്കാൻ ഓരോ മാസവും വലിഞ്ഞു നീറി കഷ്ടപ്പെടുന്നവരുണ്ട്. കരുണ തോന്നണമേ. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ. 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്തതിൻ്റെ വേദനയുണ്ട്. ഈശോയെ, നീ സമ്പന്നനാണല്ലോ, നീ മഹത്വപൂർണ്ണനാണല്ലോ, ഈ മക്കൾക്ക് വഴി തുറന്നു കൊടുക്കണമേ. ഒരു വീട് തന്നതിനോർത്ത് നന്ദി പറയുന്നതോടൊപ്പം വീടില്ലാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. തിരക്തം കൊണ്ട് കഴുകണമേ. നിർഗമത കാൽവെള്ള വരെ ഇവരായിരിക്കുന്ന അവസ്ഥകളെ കർത്താവെ, കുടില് മുതൽ കൊട്ടാരം വരെ ദൈവശക്തി ഇപ്പോൾ കടന്നു വന്ന് പ്രവർത്തിക്കട്ടെ. എത്ര വർഷമായിട്ടും കയ്യിൽ വഴി ഉണ്ടായിട്ട് പോലൊരു ഭവനം പണിയാൻ സാധിക്കുന്നില്ല, വാങ്ങാൻ സാധിക്കുന്നില്ല.
അനുഭവിക്കുന്നില്ല. ഭവനം പണിയിൽ വന്ന വേദനകൾ, ജപ്തി, കടബാധ്യതകളെല്ലാം മാറ്റിക്കൊടുക്കണമേ. യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ. കുടുംബത്തിൽ, ഭവനത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നില്ല. യേശുവേ കരുണ തോന്നണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ നീലാങ്കിയാൽ പൊതിയണമേ. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ഔസേപ്പിതാവിനെയും യേശുവിനെയും ശുശ്രൂഷ ചെയ്ത അമ്മേ, മാതാവേ, ഔസേപ്പിതാവേ, തച്ചപ്പണി ചെയ്ത് ആ കുടുംബത്തെ പരിപാലിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങ് പ്രാർത്ഥിക്കണമേ. എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം മിഗേൽ ഗബ്രിയേൽ സംരക്ഷണം ഉണ്ടാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കമൻസുകൾ അയക്കുക, ഷെയർ ചെയ്യുക. ഇത് അനേകർക്ക്, നമ്മളെപ്പോലെ തന്നെ ഇതുപോലെ വിഷമിക്കുന്ന അനേകർക്ക് ഉപകാരപ്പെടട്ടെ. അതുപോലെ ലൈക്ക് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.